ഇനി അവർ പറയുന്ന പോലെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവരെ 3 പേരെ ഞങ്ങൾക്ക് നല്ല ആരോഗ്യവാന്മാരായിട്ട് ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും രാത്രിയിൽ. അങ്ങനെ 28ാമത്തെ ആഴ്ചയിൽ ആണ് ഡോക്ടർ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പം അത് 28ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്ത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അവർക്ക് ഒരു കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്ത് പോകാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. 34ാമത്തെ ആഴ്ച വരെ നമുക്ക് നോക്കാം, 35 ആഴ്ച വരെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 34ാമത്തെ ആഴ്ചയിൽ സിസേറിയൻ ചെയ്തു. 3 പേർക്കും ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ അവർക്ക് 8 മാസമായി, ഒരു കുഴപ്പവും ഇല്ല. നേസൽ ബോൺ ഇല്ല എന്ന് ആദ്യം പറഞ്ഞു, ഡൗൺ സിൻഡ്രോം ആകും എന്നൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക്. അവർക്ക് ഒരു കുഴപ്പമില്ലാതെ മാതാവ് ഞങ്ങൾക്ക് തന്നു. മാതാവിന് 1000 നന്ദി പറയുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും, അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെ ആയിരിക്കും. തങ്ങൾക്ക് ഒരു കുഞ്ഞിന് പകരം 3 കുഞ്ഞുങ്ങളെ ലഭിച്ച അനുഭവ സാക്ഷ്യം, അതും എത്രമാത്രം റിസ്കി ആയിരുന്നു ഓരോ കാര്യത്തിലും നാം ഇവിടെ പറഞ്ഞു കേട്ടു. അപ്പോൾ കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് തങ്ങൾക്കുള്ള ആ ഒരു സന്തോഷം ഇവിടെ വന്ന് ഈ മക്കൾ പങ്കുവയ്ക്കുകയാണ്. വരുന്ന ദുരിതങ്ങളെല്ലാം അത് ഒഴുകിപ്പോയ ജലം പോലെയേ ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് അനുഭവപ്പെട്ട് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ആയിരുന്ന ആ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഉടമ്പടി എങ്ങനെ തങ്ങൾക്ക് ശക്തി നൽകി. ഇന്ന് കുഞ്ഞുങ്ങളുമൊത്ത് ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.